ലൈഫ് ഇൻ യുകെയിലെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു സ്പെഷ്യൽ ജ്യൂസ് തയ്യാറാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ജ്യൂസാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് എൻ്റെ റെസിപ്പിയല്ല, ഫുൾ റെസിപ്പിയും അതിൻ്റെ പ്രിപ്പറേഷനും എല്ലാം അത്താണ്. അപ്പോൾ ഫുൾ ക്രെഡിറ്റ് അത്താക്കാണ് കേട്ടോ. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഞെട്ടാൻ റെഡി ആയിക്കോ. ദൈവനാണ് നമ്മുടെ താരം. കപ്പ നമ്മളുണ്ടാക്കിയത് കപ്പ ജ്യൂസാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. സത്യമായിട്ട് പറയാൻ പൊക്കി പറയല്ല. കപ്പയുടെ ഒരു രുചിയോ ഒന്നും അതിനുണ്ടാവില്ല. കറക്റ്റ് പെർഫെക്റ്റ് ജ്യൂസാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കപ്പ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ആ വേരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നന്നായിട്ട് വാഷ് ചെയ്യാൻ. അങ്ങനെ വാഷ് ചെയ്തതൊന്ന് വേവിക്കണം. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് കേട്ടോ. കഴുകിയെടുത്ത കപ്പ നന്നായിട്ട് വേവിക്കണം. ഞങ്ങൾ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. 3 വിസിൽ കേൾപ്പിച്ചു. അപ്പോൾ നമ്മൾ കപ്പ റെഡിയായിട്ട് വരുന്നത് വരെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കുകയാണ്. ഫ്രൂട്ട്സ് നമുക്കെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഒരു ആപ്പിളാണ്. ആപ്പിൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. പിന്നെ അതേണ്ട കുറച്ച് ഉണക്കമുന്തിരി, അതൊന്ന് വെള്ളത്തിലിട്ട് റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ വെള്ളത്തിലിടുന്നത്. ഇതുപോലൊരു ഗ്ലാസ് വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. അടുത്ത ഐറ്റം ഈത്തപ്പഴമാണ്. ഇതും ഓപ്ഷണലാണ്. ഡ്രൈ ഫ്രൂട്ട് നമുക്ക് ഇഷ്ടമുള്ളത്, കയ്യിലുള്ളത് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ പിസ്തയോ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് എടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മുന്തിരി ഈന്തപ്പഴം ഉള്ളതുകൊണ്ട് അതെടുത്തു. ഞങ്ങളിതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം കപ്പ വേവേണ്ടത്. നല്ല രീതിയിൽ അത് വെന്ത് വരണം. ഇത് കണ്ടോ, ഇതിങ്ങനെ തൊട്ടാൽ പൊട്ടി വരുന്ന രീതിയിൽ കപ്പ വേവണം. 1/2 കിലോ കപ്പയാണ് കേട്ടോ നമ്മളെടുത്തത്. അടുത്ത നമ്മുടെ ഐറ്റം ബീട്രൂട്ടാണ്. കളറിന് വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് ചേർക്കുന്നത്. ഏത് പച്ചക്കറിയും ചേർക്കാം. ഓറഞ്ച് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. അതല്ല റെഡ് കളറാണെങ്കിൽ ബീട്രൂട്ട് ചേർക്കാം. ഇത് കുക്ക്ഡ് ബീട്രൂട്ടാണ്. അതല്ല പച്ച ബീട്രൂട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് വേവിച്ചാൽ നന്നായിരിക്കും. വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഞങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയ ബീട്രൂട്ടാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. തരിതരിപ്പൊന്നും ഉണ്ടാവില്ല ജ്യൂസിന്. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഈ ബീട്രൂട്ട് മാത്രം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ സമയം നമ്മൾ വേവിച്ചെടുത്ത കപ്പ അവിടെ തണുക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. കാരണം കപ്പ നമുക്ക് ചൂടോടെ ഇട്ട് മിക്സിയിൽ അടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ബീട്രൂട്ട് മാത്രമായിട്ട് നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം. ഇതിൽ വെള്ളം കുറച്ച് വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇത് അത്താടെ ഓൺ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇത്ര അധികമായിരിക്കുമെന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതേ ഇല്ല. ഇത് ഒരിക്കലും നമ്മളത് പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ എൻ്റെ കപ്പ ഇനി മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഇട്ടു. ഇനി അതിനകത്തേക്ക് അതൊന്ന് നികന്ന് നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിക്കണം. തണുത്ത വെള്ളം ഒഴിച്ചാൽ നല്ലത്. അതിൻ്റെ കപ്പ ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കപ്പ ഇട്ടപ്പോൾ തന്നെ അതിനകത്തേക്ക് നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. മധുരം കൂടുതലുള്ള വേണമെന്ന് തോന്നുന്നവർക്ക് കൂടുതൽ പഞ്ചസാര, കുറച്ച് വേണമെന്ന് തോന്നുന്നവർക്ക് കുറച്ച് പഞ്ചസാര. ഈ ഹോൾ ജ്യൂസിൽ ഞങ്ങൾ ഇത്രയും മധുരമാണ് ചേർത്തിട്ടുള്ളത്. ഇത്ര പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കപ്പ നമ്മൾ നന്നായിട്ട് അടിച്ച് റെഡിയാക്കി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ബീട്രൂട്ടും അതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കപ്പ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. പിന്നെ കുറച്ചൊരു ഹെൽത്തി ആകട്ടെ, പിന്നെ കുറച്ച് കുഞ്ഞ് ഒരു വെജിറ്റബിളൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു കളറിനും വേണ്ടിയാണ് ഞങ്ങൾ ബീട്രൂട്ട് ചേർത്തത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാരയും കപ്പയും വെച്ച് അടിച്ചതും നമ്മുടെ ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഒരു ഷേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. സത്യമായിട്ട് നല്ല ടേസ്റ്റുള്ള, കാണാൻ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് സോ സാറ്റിസ്ഫൈയിങ് ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സംഭവമില്ലേ, എനിക്കിപ്പോൾ ആ ഒരു ഇതാണ് തോന്നുന്നത്. അല്ല, ഞാനിങ്ങനെ വെറുതെ വാഹിട്ടലയ്ക്കുന്നതേ ഉള്ളൂ. ഫുൾ കുക്കിങ്ങും പ്രിപ്പറേഷനും എല്ലാം അത്താടെ ഓൺ റെസിപ്പിയാണ്. ഞാൻ അന്തം വിട്ടു, എൻ്റെ അത്ത എത്രയും നല്ല കുക്കായിരുന്നു അങ്ങനെ ഞാൻ ചിന്തിച്ചു കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ ഐസ്ക്രീമാണ്. ഇതൊരു മസ്റ്റ് ഐറ്റമാണ് കേട്ടോ. കാരണം നമ്മളൊരു ഷേക്ക് പോലെയല്ലേ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീമും കുറച്ച് പാലും കൂടി ഒഴിച്ചൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മിക്സിയിൽ ചേർക്കണം.
പാലിൻ്റെ ഐസ്ക്രീമിൻ്റെയൊക്കെ എമൗണ്ടൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചാണ്. കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. കാരണം ഇതൊരു ഷെയ്ക്കാണല്ലോ, ഈ പറഞ്ഞല്ലേ, പാലും ഐസ്ക്രീമും ഇല്ലാതെ എന്ത് ഷെയ്ക്ക്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാൻ പോവാം. ഞങ്ങളുടെ കയ്യിൽ വലിയ ബൗളില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ 2 പാത്രങ്ങളിലേക്ക് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് ഏകദേശം റെഡിയാണ് ഇവിടെ. ഇനി അടുത്ത് നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ഹെൽത്തി ആക്കുക, ഒന്ന് ഗാർണിഷ് ചെയ്യുക, കാണാൻ ലുക്ക് ഉള്ളതാക്കുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സുമാണ് ചേർക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണോ അതെല്ലാം ചേർക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ചേർത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ചതുപോലെ ആപ്പിൾ, മാതളം, ഒരു സ്ട്രോബെറി ഉണ്ടായിരുന്നു, അതും ചേർത്തു. പിന്നെ ഡ്രൈ ഫ്രൂട്ടായിട്ട് അണ്ടിപ്പരിപ്പും നമ്മുടെ ഉണക്കമുന്തിരിയില്ലേ അതും. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബാറ്റർ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. ഇനി വേണമെങ്കിൽ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഐസ്ക്രീം വണ്ടേ ചേർക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾക്ക് മധുരം കുറച്ച് മതിയായിരുന്നു. അപ്പോൾ ഇതേ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ എടുത്തു. ബാക്കി ഗാർണിഷിംഗ് ആണ്. അതുകൊണ്ട് ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പം നമുക്കും ഒരു ഫീലിംഗ് ഉണ്ടാവും, ഓ ഇതൊരു ഹെൽത്തി ആണല്ലോ എന്ന്. കാരണം ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആകപ്പാട് ഇതിനകത്ത് ഇപ്പോൾ ചേർത്തത് കപ്പയും ബീട്രൂട്ടും പിന്നെ ദാണ്ട് ഈ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും. എന്തായാലും കപ്പയും ബീട്രൂട്ടും ഒന്നും ഇല്ലാത്തൊരു വീട് എന്തായാലും കാണത്തില്ലല്ലോ. നമുക്ക് ബീട്രൂട്ടിന് പകരം വേണമെങ്കിൽ ക്യാരറ്റോ എന്ത് വേണമെന്ന് വെച്ചാലും ചേർക്കാം. അപ്പോൾ ഗാർണിഷിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ഐസ് ക്യൂബും കൂടി ഇട്ടാൽ നമ്മുടെ ഫ്രൂട്ട് ഷേക്ക്, അതായത് നമ്മുടെ കപ്പ ഷേക്ക് റെഡിയാണ്, കപ്പ ജ്യൂസ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.